തികച്ചും ഉത്തരവാദിത്തരഹിതമായ പ്രവർത്തനങ്ങളും സഭാവിരുദ്ധമായ പ്രവർത്തനങ്ങളും കാഴ്ചവെക്കുന്ന മാർ ബോസ്കോ പുത്തൂരിനെ അടിയന്തരമായി രാജിവെപ്പിച്ച് സഭയെ സംരക്ഷിക്കുവാനും സഭയുടെ ആരാധനാക്രമം സംരക്ഷിക്കുവാനും കഴിവുള്ള നട്ടെല്ലുള്ള പുതിയ അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററെ വത്തിക്കാനും സഭാ നേതൃത്വത്തിനും നിയമിക്കാൻ സാധിച്ചില്ലെങ്കിൽ കത്തോലിക്ക സഭയുടെ ഏറ്റവും വലിയ അപജയമാണത്. മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മെത്രാപ്പൊലീത്തയുടെ മെല്ലെപ്പോകും നിസ്സംഗതയും ആരാധനാക്രമത്തോടുള്ള അദ്ദേഹത്തിൻ്റെ താൽപ്പര്യമില്ലായ്മയുമാണ് ഇതിലൂടെ വരച്ചു കാട്ടപ്പെടുന്നത്. പല സ്ഥലങ്ങളിലും ആരാധനാക്രമത്തെക്കുറിച്ചും പൗരസ്ത്യ നസ്രാണി പാരമ്പര്യത്തെക്കുറിച്ചും പെസഹ പാൽ വീടുകളിൽ ഉണ്ടാക്കുന്നതിനെക്കുറിച്ചുമൊക്കെ വാചാലനാകുന്നുണ്ടെങ്കിലും അദ്ദേഹം മെത്രാപ്പൊലീത്ത ആയിരിക്കുന്ന എറണാകുളം അങ്കമാലി രൂപതയിൽ വിമത വൈദികർക്ക് പാലും പഴവും കൊടുക്കുന്ന സമീപനമാണ് ഇദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്. ഇത് ഇരട്ടത്താപ്പാണ്. അങ്ങനെയുള്ള ഒരു മെത്രാപ്പൊലീത്ത സഭയുടെ തലവനും പിതാവുമായി തുടരുന്നത് ഗുണകരമല്ലെന്നാണ് വിശ്വാസികൾ പറയുന്നത്. ഒരു കരിസ്മാറ്റിക് പ്രാസംഗികനായ അദ്ദേഹം സഭയുടെ ആരാധനാക്രമത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുന്നത് അങ്ങേയറ്റം അപലപനീയമാണ്. എല്ലാം അതിൻ്റെ സമയത്ത് ശരിയായിക്കൊള്ളുമെന്നുള്ള മുട്ടാപ്പോക്ക് ന്യായമാണ് അദ്ദേഹം പറയുന്നത്. ആരാധനാക്രമത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഈ നിലപാട് തന്നെ അദ്ദേഹത്തിൻ്റെ വലിയ പരാജയമാണ്. കരിസ്മാറ്റിക് ധ്യാനഗുരു ആയിരുന്നതിനാൽ ലത്തീൻ ആരാധനാക്രമത്തോട് താൽപ്പര്യമുണ്ടാകുന്നത് അങ്ങനെയുള്ളവർക്ക് സ്വാഭാവികമാണെങ്കിലും ഒരു സഭയുടെ തലവനും പിതാവുമെന്ന നിലയിൽ അദ്ദേഹം അപ്രകാരം ചെയ്യുന്നത് സഭാ പാരമ്പര്യങ്ങളോടും പൗരസ്ത്യ ആരാധനാക്രമങ്ങളോടുമുള്ള വെല്ലുവിളിയും അറിവില്ലായ്മയുമാണ്. കാനൻ നിയമ പണ്ഡിതനായിട്ടും സഭയുടെ ആരാധനാക്രമത്തെ ദുരുപയോഗിച്ച് 32 വൈദികർക്കെതിരെ വന്ന നടപടി പൂഴ്ത്തിവെച്ചിരിക്കുന്നത് പോലും അതിൻ്റെ തെളിവാണ്. അബ്യൂസീവ് യൂക്കാരിസ്റ്റിക് സെലിബ്രേഷൻ അഥവാ ആഭിചാര ബലിയർപ്പണമെന്ന് വത്തിക്കാൻ തന്നെ രേഖപ്പെടുത്തിവെച്ചിട്ടും സഭാ നേതൃത്വം അതൊരു അംഗീകാരമായിട്ടാണ് കരുതുന്നതെങ്കിൽ അവരോട് സഹതപിക്കാനും അവരെ ഇടയന്മാരായി ലഭിച്ചതിൽ പരിതപിക്കാനും മാത്രമേ കഴിയൂ. അതുകൊണ്ടാണല്ലോ ഏറ്റവും വലിയ ആരാധനയായ പരിശുദ്ധ കുർബാനയെ നിന്ദിച്ചവർക്കെതിരെ നടപടിയെടുക്കാതെ മൂടിവെച്ചിരിക്കുന്നത്. എറണാകുളം അങ്കമാലി അതിരൂപത മൂലം സിറോ മലബാർ സഭ അതിൻ്റെ സർവ്വ മഹത്വങ്ങളും നഷ്ടപ്പെടുത്തി. ലോകത്തിൻ്റെ മുൻപിൽ സ്വയം അപമാനിതയാകാൻ സഭാ നേതൃത്വം തന്നെ കർത്താവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായ സിറോ മലബാർ സഭയെ ചവിട്ടിത്താഴ്ത്തുന്ന അനുഭവമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നിമിഷങ്ങൾക്കകം പരിഹരിക്കാവുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വിഷയത്തെ പർവ്വതീകരിച്ച് നിർത്തുന്നതിൽ മുഖ്യ പങ്കുവഹിക്കുന്നത് വിമത പുരോഹിതരെക്കാൾ സിനഡിലുള്ള ചില വിമത മെത്രാന്മാരും അവരുടെ കേസുമാണെന്നാണ് വാസ്തവം. ആയതിനാൽ സിറോ മലബാർ സഭാ നേതൃത്വം ഒന്നടങ്കം രാജിവെച്ച് ഈ സഭയെ രക്ഷിക്കുന്നതിനായി സ്വയം മാറിക്കൊടുക്കുകയും വത്തിക്കാൻ അടിയന്തരമായി സിറോ മലബാർ സഭയുടെ ഭരണം തിരിച്ചുപിടിച്ച് സഭയെ രക്ഷിക്കുവാൻ മുന്നോട്ട് വരികയാണ് ചെയ്യേണ്ടത്.